വീട് വാങ്ങാൻ വേണ്ടി ഗോൾഡും ലാൻഡും ഷെയറും വിറ്റിട്ട് പ്രോപ്പർട്ടി ഫൈനലൈസ് ആയില്ല. അപ്പോഴാണ് ആ ടാക്സ് ബോംബ് പൊട്ടിയത് അല്ലേ? ഇനി എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കാതെ പറ്റില്ലല്ലോ. ഇതിനുവേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു ഹാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ 99% ആൾക്കാർക്കും അത് അറിയില്ല. അവിടെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം കടന്നു വരുന്നത്. നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻസ് സേഫ് ആയിട്ട് വെക്കാനുള്ള ഒരു സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ട് ആണത്. ആൻഡ് യു കൻ സേവ് ടാക്സ് ടു. പ്രോസസ്സ് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പ്രോപ്പർട്ടി സെല് ചെയ്തോ എന്നാൽ ITR അടയ്ക്കുന്നതിന് മുന്നേ, അതായത് ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുന്നേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. SBI, HDFC, ICICI പോലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ടൈം ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. പ്രോപ്പർട്ടി ഏപ്രിൽ 2026 വിറ്റു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ITR ഡ്യൂ ഡേറ്റ് ജൂലൈ 31, 2026 ആണ്. അപ്പോൾ ആ ഡേറ്റ് വരുന്നതിന് മുന്നേ CJAS എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി ഒരു പ്രോട്ടിപ്പ് പറഞ്ഞുതരാം. സെയിൽ കഴിഞ്ഞ ഉടൻ തന്നെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. സോ യുവർ മണി സ്റ്റേസ് സേഫ് ആൻഡ് ഡസന്റ് ഗെറ്റ് ആക്സിഡന്റലി സ്പെൻറ്റ്. അണ്ടർ സെക്ഷൻ 54 ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ 2 years ടൈം ലൈൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 3 years. ആൻഡ് ഇവിടുത്തെ മാജിക് എന്താണ്? ഈ അക്കൗണ്ടിൽ പണം കിടക്കുന്ന അത്രയും കാലം നോ ടാക്സ്, 0. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടൈം ലൈനിൽ വീട് വാങ്ങാതിരിക്കുകയോ അതോ ആ പണം വെച്ച് വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ടാക്സിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അടുത്ത തവണ പ്രോപ്പർട്ടി സെല് ചെയ്യുമ്പോൾ റിമെമ്പർ, ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് ഈസ് യുവർ ബഡി. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ സെൻഡ് ദിസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഫോളോ ഗ്രോ മലയാളം ഫോർ സച്ച് അപ്ഡേറ്റ്സ്.